ഡോക്ടറെ, ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രധാനമായിട്ടൊരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടത് എൻ്റെ പ്രഗ്നൻസി സമയത്തായിരുന്നു. പക്ഷെ സത്യത്തിൽ ഇങ്ങനെയാണോ വേണ്ടത്? ഒരു പ്രഗ്നൻസിക്ക് മാത്രം ഗൈനക്കോളജിസ്റ്റ് എന്നുള്ളതാണോ? ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ ഒരു ലൈഫിൽ ഒരു പ്രത്യേക ഒരു ഇമ്പോർട്ടൻറ്റ് ഇവൻറ്റ് വരുമ്പോഴല്ല ഒരു ഗൈനക്കോളജിസ്റ്റ് കാണേണ്ടത്. ഇപ്പോൾ പീരീഡ്സ് ആവുന്നതിന് മുമ്പ് ഉണ്ടാകുന്ന ബോഡി ചേഞ്ചസ്, അപ്പോൾ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ വരാം, ആ സമയത്ത് ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണാം. പീരീഡ്സ് ആകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, പീരീഡ്സ് ആയി കഴിയുമ്പോൾ ഉണ്ടാകുന്ന മെൻസ്ട്രൽ പ്രോബ്ലംസ്, ബ്ലീഡിങ് കൂടുതൽ അല്ലെങ്കിൽ ഇറഗുലർ സൈക്കിൾസ്, PCOD ഏർലി ചേഞ്ചസ് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും, ഡയറ്റ്, മുഖക്കുരു, ഈ കാര്യങ്ങൾ, വെയിറ്റ് ഗെയിൻ വരുവാണെങ്കിൽ. അതുപോലെ തന്നെ ഒരു അഡോളസൻസ് കഴിഞ്ഞൊരു ഏർലി അഡൽട്ട്ഹുഡ് ആകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, മെൻസ്ട്രൽ ഹെൽത്ത്, കോൺട്രസെപ്ഷൻ, PCODയുടെ വെയിറ്റ് ഗെയിനിലെ പ്രശ്നങ്ങൾ, കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഉള്ള ഒരു പ്രീ മാരിറ്റൽ കൗൺസിലിംഗ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഈ കപ്പിളിനൊരു ഐഡിയ ഉണ്ടായിരിക്കണം, അവർക്ക് എപ്പോൾ ഫാമിലി സ്റ്റാർട്ട് ചെയ്യണം, എത്ര നാൾ അവർക്ക് പ്രഗ്നൻസി ആവാതിരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്, എത്ര കുഞ്ഞുങ്ങൾ വേണം, അവരുടെ ഒരു ഏജ്, ആ ഏജ് വെച്ച് നമുക്ക് ഡിലേ ചെയ്യുന്നതിന് പ്രശ്നമുണ്ടോ. ഇപ്പോൾ പല യങ് കപ്പിൾസും പ്രഗ്നൻസി ആയി കഴിഞ്ഞിട്ട് അയ്യോ നമ്മളിപ്പം പ്ലാൻഡ് അല്ല, MTP വേണം എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. ഇപ്പോൾ കല്യാണം കഴിച്ചു കഴിയുമ്പോൾ തന്നെ ഇപ്പോൾ പ്രഗ്നൻസി ആകുമ്പോഴായിരിക്കും വീണ ചെയ്തതുപോലെ ആയിട്ടായിരിക്കും ചിലപ്പോൾ ഒരു ഡോക്ടർ കാണുന്നത്. ശരിയാണ്, എന്തായാലും പ്രഗ്നൻസി ആകുമ്പോൾ നമ്മൾ ഡോക്ടറെ കണ്ടിരിക്കും, ആന്റിനേറ്റൽ കാണും, പിന്നെ ഡെലിവറി കഴിഞ്ഞിട്ടാണ്, പിന്നെ ഇവരെ കാണുന്നില്ല. അപ്പോൾ അത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു മിഡ് ലൈഫിൽ ഒത്തിരി ബോഡിയിൽ ചേഞ്ചസ് വരുന്നുണ്ട്, ഹോർമോണൽ ചേഞ്ചസ്, സ്ലീപ്പ് ഡിസ്റ്റർബൻസ്, ഇൻറ്റിമസി ഇഷ്യൂസ്, വജൈനൽ ഇൻഫെക്ഷൻസ്, ഒരു സെക്ഷൽ ലൈഫ് അവർക്ക് കല്യാണത്തിന് കഴിഞ്ഞ ഉടനെ ഉള്ള ഒരു ഇത് കാണാൻ സാറ്റിസ്ഫാക്ഷൻ ഇല്ല. അപ്പോൾ ഇതൊക്കെ ഒരു സൈലൻ്റ് ആയിട്ട് തന്നെ വെച്ചുകൊണ്ടിരിക്കും. അത് കഴിയുമ്പോൾ ഒരു പ്രീ മെനോപോസൽ ഹോർമോണൽ ചേഞ്ചസ്, ഈ ഒരു വയറിൽ ഫാറ്റ് കൂടുതലായിട്ട് വരിക, വെയിറ്റ് ഗെയിൻ, എന്തെല്ലോ കഴിക്കാതിരുന്നിട്ടും വെയിറ്റ് കൂടുന്നു, ഹോർമോണൽ പ്രശ്നങ്ങൾ, ഉറക്കമില്ലായ്മ, സ്ട്രെസ്, ഇതെല്ലാം നമുക്ക് ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടാൽ ഹോർമോണൽ ഇഷ്യൂസ് കാരണമുള്ള പ്രശ്നങ്ങൾ നമുക്ക് ശരിയാക്കാൻ പറ്റും. അപ്പോൾ മെനോപോസ് ആയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ബോൺ ഹെൽത്ത്, ഹാർട്ട് ഹെൽത്ത്, ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി വേണോ വേണ്ടേ, ആർക്കൊക്കെ ചെയ്യാൻ പറ്റും, ക്യാൻസർ ഡിറ്റക്ഷൻ, ഇതെല്ലാം ഒരു മിഡ് ലൈഫിൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതുകൊണ്ട് ഒരു ഗൈനക്കോളജിസ്റ്റ് ഒരു സ്ത്രീയുടെ ഒരു ലൈഫ് ലോങ് പാർട്ട്ണർ ആയിരിക്കണം, അല്ലാതെ ഒരു ഇവന്റ് മാത്രം കാണേണ്ട ഒരാളല്ല. മനസ്സിലായി. ഈ ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി ഒക്കെ നമുക്ക് കേരളത്തിൽ അവൈലബിൾ ആണോ? ഇത് കേരളത്തിൽ അവൈലബിൾ ആണ്, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെയും ഇത് അവൈലബിൾ ആണ്. അത് ശരി.